ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LIT സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദർശനെ കുറിച്ച് അനി പറയുമ്പോൾ മുത്തശ്ശൻ ഇടയ്ക്ക് കയറി അതിന് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന പലർക്കും അതിൽ പങ്കുണ്ടാവാം, പക്ഷേ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവനാണ് അതിൻ്റെ ക്രെഡിറ്റ് എപ്പോഴും ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങിയല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം അതേ മുത്തശ്ശ എന്ന് അനി സന്തോഷത്തോടെ പറയുന്നു. മുത്തശ്ശി എന്നും പറഞ്ഞ് നമ്മുടെ അനി അന്നേരം അവിടെ നിന്ന് അങ്ങ് പോയി. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇദ്ദേഹം വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശി. ഞാൻ ഇപ്പോഴേ നയനെയും ആദർശിനെയും അപ്രിഷ്യേറ്റ് ചെയ്താൽ സംഗതിയുടെ സീരിയസ്നെസ് പോകുമെന്ന് മുത്തശ്ശൻ പറയാം മുത്തശ്ശിയോട്. അവർക്ക് വാശി കൂടട്ടെ, ഈ വിജയം മാത്രം പോരാ അവർക്ക്. AN ജ്വല്ലറിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും പുറത്തു കൊണ്ടുവരിക തന്നെ വേണമെന്ന് മുത്തശ്ശൻ പറയുക. അത് കഴിഞ്ഞതിന് ശേഷമേ ആദർശനെ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യവും മുത്തശ്ശൻ പറയുന്നു. ഒളിച്ചിരിക്കുന്ന ഒരു എതിരാളി ഇപ്പോഴും ഉണ്ട് നമുക്ക്. ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അവനായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതെന്ന് മുത്തശ്ശൻ പറയുക. മെല്ലെ മെല്ലെ അവൻ പുറത്തേക്ക് വരാൻ തുടങ്ങുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ നമ്മുടെ കുട്ടികളെ അപായപ്പെടുത്താൻ ശ്രമിക്കില്ലേന്ന് ചോദിച്ചു മുത്തശ്ശി. അതിനൊക്കെ സാധ്യതകളുണ്ട്, പക്ഷേ അതേപ്പറ്റിയൊക്കെ നല്ല ബോധമുള്ള കൂട്ടത്തിലുള്ള ആളാണ് ആദർശ്. അവനതൊക്കെ നോക്കിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും അവൻ്റെ പിന്നാലെ ആൾക്കാരുണ്ടെന്ന്. അതുകൊണ്ട് ആർക്കും അവനൊന്ന് തൊടാൻ പോലും സാധിക്കില്ല എന്ന് മുത്തശ്ശൻ പറയാം. അങ്ങനെ ഇവർ 2 പേരും കൂടി ആ ഒരു രഹസ്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന അഭി ആട്ടോ തോറ്റ് തുന്നമ്പാടി വന്ന് നിൽക്കുവാണ് അഭിമോൻ. അച്ഛൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ട് ഡേവിഡും അച്ഛനാണെങ്കിൽ മനെ കണ്ടുപോയി പല്ലും കടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുക. സങ്കടപ്പെട്ട അച്ഛൻ്റെ മുഖത്ത് നോക്കിക്കണ്ട് അഭിമാനം ഇങ്ങനെ നിൽക്കുമ്പം, നീ വരുന്നതിന് മുൻപ് ഞാൻ മോളോട് പറയുമായിരുന്നേ നീ ഒരു അൺലക്കി ആണല്ലോ എന്ന്. അത് കേട്ടപ്പോൾ അഭി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അല്ല, ഇവൻ വന്നില്ലെങ്കിലും ഇത് തന്നെ സംഭവിക്കുമായിരുന്നില്ലേ ഡേവിഡ് എന്ന് ചോദിച്ചു. മൂർത്തി ജ്വല്ലറി ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളൊരു ധാരണ പരത്തി. എന്നിട്ട് അവസാന നിമിഷമാണ് അനി എൻട്രി ചെയ്തതെന്നും അതുപോലെ തന്നെ അവരുടെ ഡിസൈനുകൾ ബെന്നറ്റ് ജ്വല്ലറിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നുവെന്നും അതൊന്നും നമ്മൾ അറിഞ്ഞില്ല എന്നും ഡേവിഡ് പറയുക. അത് കേട്ടപ്പോൾ എങ്ങനെ അറിയാനാ, അവർ രഹസ്യങ്ങളൊന്നും പുറത്തു വിടത്തില്ലല്ലോ എന്ന് ഈ നാഗേന്ദ്രൻ പറയുക. ഡെയിൽ നടക്കുന്ന ഹോളിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ എന്നും നാഗേന്ദ്രൻ പറയുന്നു. ഒന്നാമത് മൂർത്തീസ് ജ്വല്ലറി ട്രഡീഷണൽ ഗോൾഡ് നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നവരാണെന്ന കാര്യം പറയണു ഇയാൾ. എന്നാലും മാളവിക കളക്ഷൻസ് നല്ല ഡിമാൻഡ് ആയിരുന്നല്ലോ ഡേവിഡ് അങ്കിളെ എന്നിങ്ങനെ അവന്തിക ചോദിക്കുമ്പോൾ ആയിരുന്നു മോളെ, എന്നാൽ ഇവിടെ നയന കളക്ഷൻസ് ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം പറയാം. അവർ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വർക്കിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് കരുതിയതെന്ന് അവന്തിക പറയണു. ഇവിടെ എന്തോ ചതി സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സ്ഥാപനത്തിൽ ചാരന്മാർ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് നാഗേന്ദ്രൻ പറയുന്നു. അത് കേട്ടപ്പം അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട, കൊന്നുകളയണം, പിന്നെ ഒരു നിമിഷം പോലും അത്തരക്കാർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് നാഗേന്ദ്രൻ എന്ന് പറയുന്നു. മാളവികയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലും മികച്ച ഡിസൈനേഴ്സിനെ നമ്മൾ കൊണ്ടുവരേണ്ട അച്ഛാന്ന് ചോദിക്കുമ്പം അത് കുറച്ച് പാടാ മോളെ, പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യമല്ല എന്ന് ഇയാൾ പറയുക. അവളും കരുതി കാണത്തില്ല ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ അവൾ വരച്ച ഡിസൈനൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടാണല്ലോ അയച്ചു കൊടുത്തത്. അതുകൊണ്ട് അവളെ കുറ്റം പറയാനും പറ്റത്തില്ല എന്ന് നാഗേന്ദ്രൻ പറയാണ്. വിഷുവിന് ശേഷം നമ്മൾ കുറച്ച് അലസത കാണിച്ചു, ജാഗ്രത കുറഞ്ഞു, അതിൻ്റെ ഫലമാണ് ഇപ്പം കണ്ടത് എന്ന് ഇയാൾ പറയുക. അബിക്ക് അപ്പോഴും നിരാശപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയത്ത് അച്ഛൻ മോൻ്റെ തോളിൽ കൈവച്ച്, നീ വിഷമിക്കണ്ടടാ മോനെ, ഇതുപോലെ എത്ര തുടർ പരാജയങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ചെറിയൊരു നോട്ടപ്പച്ചക്ക് നമുക്കുണ്ടായി, അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് അച്ഛൻ പറയുന്നു. അപ്പോഴും അബിക്ക് ഭയങ്കര നിരാശയാട്ടോ. അബിയുടെ മുഖത്തെ ആ ഒരു നിരാശ അച്ഛൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് അച്ഛൻ ഇങ്ങനെ ഇവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നവ്യാട്ടോ. നവ്യ ഇങ്ങനെ അനന്തപുരിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക, തോറ്റ് തുന്നമ്പാടി വരുന്ന ഭർത്താവിനെ കാണാനായിട്ട്. കോട്ടക്യൂരി ചേട്ടൻ ഇങ്ങനെ കൈത്തണ്ടയിലിട്ട് വരുന്ന അബിയെ കണ്ടപ്പോൾ നവ്യ നിന്ന് ഭയങ്കര സന്തോഷം. അങ്ങനെ ചിരിച്ചുല്ലസിച്ച് കയറി വരുന്ന അഭിയെ, സങ്കടപ്പെട്ട് കയറി വരുന്ന അഭിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിരിച്ചുല്ലസിച്ച് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക അവിടെ. എന്നിട്ട് മനസ്സിൽ തോപ്പിയിട്ട് വരിക അവൻ തുടങ്ങിയിടുന്നിട്ട് നാശം. എനിക്ക് മുന്നിൽ നീ ഇനിയും തല കുമ്പിടും. ആദർശേട്ടനും അനിയുമാണ് ശരി, അവർ വിജയിക്കണം, അതാണ് വേണ്ടതെന്നും പറഞ്ഞു നമ്മുടെ നവ്യ ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വരുമ്പോൾ അഭിനയിച്ച് തകർത്തല്ലേ പറ്റുള്ളൂ. അതിനുവേണ്ടി അവിടെ റിഹേഴ്സലും നടത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് അഭി വീട്ടിലേക്ക് കയറി വരുന്നു. ജലജ മോനെ കാണാൻ ഓടിച്ചെന്നു. എടാ, നനഞ്ഞ കോഴിയെപ്പോലെ എത്തിയല്ലോ എന്നും പറഞ്ഞു. പൊട്ടിയല്ലേടാ, നല്ല നില പൊട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പൊട്ടിച്ചതാ അമ്മയല്ലേ അന്ന് വിളിച്ചു പറഞ്ഞത് അനി ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്ന്. ഞാൻ വിളിച്ചു പറഞ്ഞത് മാത്രമൊന്നും അല്ലല്ലോ, നിന്നോടും അവൻ അങ്ങനെ തന്നെയല്ലേടാ പറഞ്ഞതെന്ന് ജലജ അന്നേരം ചോദിക്കുക. രാവിലെ നീ പോയപ്പോഴും അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ? അതിനുശേഷം അവൻ വന്നായിരുന്നു.
ഇന്ന് കൊട്ടേഷൻ നോക്കുന്നതിന് മുൻപ് തന്നെ സ്വിറ്റ്സർലൻഡ് കമ്പനി മൂർത്തി ജ്വല്ലറിയുടെ ഡിസൈൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നുവെന്നും പിന്നെ കൊട്ടേഷനിലൂടെ കുറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരത് ഉറപ്പിക്കുകയും ചെയ്തു എന്ന കാര്യങ്ങളും പറയുക ജലജയോട്. അവൻ്റെ ഏട്ടത്തിയെ നല്ല പണിയെടുത്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പം ഓയത്തി അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുമായിരുന്നല്ലോ മാളവിക കളക്ഷൻസ് ഒന്നും പറഞ്ഞു. എന്നിട്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണു അമ്മ മോനോട്. നീ എന്തിനോടോ ഇതിനൊക്കെ പോകാൻ പോയത്? ഒറ്റയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പം നിന്റെ ഭാഗ്യക്കേട് കൊണ്ടാണെന്നും പറഞ്ഞ് അവർ നിന്നെ പറഞ്ഞു വിടത്തില്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും എന്നെ പറഞ്ഞു വിടത്തില്ല എന്ന് പറഞ്ഞു അഭി. അപ്പം അത് നിന്റെ വെറും വിശ്വാസം മാത്രമാണ്. കൊട്ടി ഘോഷിച്ചുകൊണ്ട് പോയതായിരുന്നില്ലേ നീ ഇവിടെ നിന്ന്? നിന്നെ മൂർത്തി ജ്വല്ലറിൽ നിന്ന് പറഞ്ഞു വിട്ട എനിക്ക് മുന്നിൽ ആളാകണമെന്നും പറഞ്ഞു പോയതല്ലേടാ നീ? എന്നിട്ട് അവൻ്റെ മുന്നിൽ തോറ്റ് നാണം കെട്ട് വന്നിരിക്കുകയല്ലേ എന്നൊക്കെ അമ്മ മോനോട് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയും ജയനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എത്തിയോ? എന്തായി കാര്യങ്ങൾ? ഇവിടുന്ന് പോയപ്പോൾ ഉള്ള പ്രസരിപ്പ് നിന്റെ മുഖത്ത് കാണാനില്ലല്ലോ എന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞപ്പം ഇവിടുന്ന് പോകുമ്പോൾ ജയിച്ചവൻ്റെ മുഖമായിരുന്നു ഇവന്, ഇപ്പം തോറ്റവൻ്റെ മുഖമാണ് ഉള്ളതെന്ന് ദേവയാനി. ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ ആദർശിൻ്റെ മുന്നിലല്ല അനിയുടെ മുന്നിലാണ് ശരിക്കും തോറ്റിരിക്കുന്നതെന്ന് പറയുമ്പം പിന്നെ എന്തിനാണ് അവൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞത് എന്ന് അഭി ചോദിക്കുമ്പോൾ അങ്ങനെ പറയണമല്ലോ, അല്ലെങ്കിൽ ചതി കൂടെ കൊണ്ടു നടക്കുന്നവരല്ലേ നിന്റെ കമ്പനിക്കാരെന്ന് ജയൻ ചോദിക്കുക. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. ബോംബെയിൽ വെച്ച് ആദർശന് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആദർശേട്ടനും അതുപോലെ ഏട്ടത്തിക്കുമാണെന്നും അവരാണ് അനിയെ പിന്നിൽ നിന്നും സഹായിച്ചിരിക്കുന്നതെന്നും അഭി പറയുമ്പം അങ്ങനെയല്ലേ ശരിക്കും വേണ്ടത്? നിന്റെ മുത്തശ്ശൻ ആദർശിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും അനി എല്ലാ കാര്യത്തിനും അവനെ ആശ്രയിക്കുന്നുണ്ടെന്ന കാര്യം ദേവയാനി പറയുക. ജലജ പല്ലെറിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ മരുമകൾ കഴിഞ്ഞ രാത്രികൾ പകലാക്കിയെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന കാര്യവും അവളുടെ ഈ ഒരു അവസ്ഥയിൽ പോലും മൂർത്തീസ് ജ്വല്ലറിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഉറക്കം കളഞ്ഞ അവൾ ഡിസൈൻ തയ്യാറാക്കിയതെന്നുള്ള കാര്യങ്ങളും ദേവയാനി പറയുക. ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ ഏട്ടത്തിക്കെന്ന് ജലജ. പറഞ്ഞാൽ ഉള്ള ഭവിഷ്യത്തിനെ പറ്റിയാണ് ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് ജയൻ അന്നേരം പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ അനി അവിടെ എത്തില്ലായിരുന്നു. അതിനു മുൻപ് അവനെ AN ജ്വല്ലറിക്കാർ തടയുകയും ചെയ്തേനെന്ന കാര്യവും പറയുക. ഇപ്പം എല്ലാവർക്കും ഒരു സംശയമൊക്കെ ഉണ്ട്, ഇന്നത്തെ ഡീലിൽ AN ജ്വല്ലറിയുടെ MD എന്തിനാ നിന്നെ കൊണ്ടുപോയത് എന്നുള്ളത്. അതൊരു സംശയം തന്നെ. അപ്പം ഇങ്ങനെ നോക്കുക കേട്ടോ, നിനക്ക് അത്രയും പ്രാധാന്യം അവർ തരുന്നുണ്ടെങ്കിൽ നവ്യയുടെ കെയർ ഓഫിലായിരിക്കില്ല നീ അവിടെ എത്തിയത് എന്ന കാര്യവും ജയം പറയുക. മറിച്ച് നിന്റെ കെയർ ഓഫിലായിരിക്കും നവ്യ അവിടെ മോഡലായതെന്ന കാര്യവും പറയുന്നു. എന്തിനാ വെറുതെ കഥകൾ വളച്ചൊടിക്കാൻ നിൽക്കുന്നത്? നവ്യയുടെ കെയർ ഓഫിൽ തന്നെ ഞാൻ പോയത് എന്ന് അഭി പറയുമ്പോൾ വാടാ, പിന്നെ എൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും കണ്ണിൽ കണ്ടിട്ട് അവരെനിക്ക് കൂടുതൽ അധികാരങ്ങൾ തന്നിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണെന്ന് ജയം പറഞ്ഞു. നീ സത്യസന്ധനാണെന്ന് പറയുന്നതേ ആ വാക്കിന് തന്നെ അപമാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഡീലിൽ ഞങ്ങൾ തോറ്റു എന്ന് കരുതി ഒന്നും അവസാനിക്കുന്നൊന്നും ഇല്ല എന്ന് അഭി. AN ജ്വല്ലറിക്ക് കുറച്ച് താഴ്ചയൊക്കെ ഉണ്ടായെങ്കിലും എത്രയും പെട്ടെന്ന് ഞങ്ങൾ കുതിച്ചുയരുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് അഭി ഇവരെ വെല്ലുവിളിക്കും. അങ്ങനെ കൊതിച്ചുയരുമ്പോൾ നവ്യയും നിങ്ങളുടെ കുഞ്ഞിനെയും മാത്രമല്ല അനഘ എന്ന പാവം പെൺകുട്ടിയും ചന്തുമോളയും ഒക്കെ നിനക്ക് ചിലപ്പോൾ സംരക്ഷിക്കേണ്ടിയും വരുമെന്നുള്ള കാര്യവും ദേവയാനി പറയുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് അഭി ജലജയുടെ നേരെ ഒരു നോട്ടം, എന്നിട്ടൊന്നും അല്ലാതെ ഇങ്ങനെ നിൽക്കുക. ഇപ്പോഴും നിന്റെ ഭാര്യ കഥകളൊന്നും വിശ്വസിച്ചിട്ടില്ലെങ്കിലും നീ ഒരുപാടങ്ങ് മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ നോക്കിയാലേ ഞങ്ങൾക്കും അറിയാം നിന്റെ ഈ തേരോട്ടം അവസാനിപ്പിക്കാനെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല, എൻ്റെ കമ്പനി എന്നെ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് അവരിപ്പോൾ എന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്ന് അഭി ഇവരോട് പറയാം. ജയനോടൊക്കെ മുത്തശ്ശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം എന്ന്. അത്തരം മാത്രമേ ഞാനിപ്പോൾ അവിടെ ചെയ്യുന്നുള്ളൂ എന്നും അഭി ഇവരോട് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ എൻ്റെ ദാമ്പത്യം വെറുതെ തകർക്കാൻ നോക്കല്ലേ അമ്മാവനും അമ്മായിയും കൂടെ എന്ന് പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ ഇറക്കണേ. അങ്ങനെ ഡയലോഗൊക്കെ ഇറക്കിയിട്ട് ചേട്ടനകത്തേക്ക് കയറിപ്പോയി. അഭി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ട് ജലജയം അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അവർ രണ്ടുപേരും പോയപ്പം അവൻ പറയുന്നതൊന്നും പൂർണ്ണമായും വിശ്വസിക്കേണ്ട. ആദർശ് പറയുന്നത് പോലെ അവൻ AN ജ്വല്ലറിയായിട്ട് നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന കാര്യം പറയുക ജയൻ. അതെന്താണെന്ന് ആദർശ് തന്നെ കണ്ടെത്തിക്കോളൂ എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് അഭിമുറിയിലേക്ക് ചെല്ലുന്നത്. അഭിമുറിയിലേക്ക് ചെന്നപ്പോൾ നവ്യ ഇങ്ങനെ ഇരിക്കുക. പൊട്ടി എന്നും പറഞ്ഞ് കയറി ചെല്ലുന്നു. ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ താഴേക്കൊന്നും പോകാതിരുന്നതെന്ന് നവ്യ പറയുകയാണ് അഭിയോട്. ആ വാർത്ത എനിക്കൊരു ഷോക്കായിപ്പോയി. എന്നാലും എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചതി, കൊടും ചതി, അല്ലാണ്ട് എന്നാ വരില്ല എന്ന് പറഞ്ഞവനെ അവസാന നിമിഷം അങ്ങോട്ട് കയറി വന്നു. അതല്ലേ, ഈ തവണ വെൽ പ്ലാനിങ് ആയിരുന്നു അവൻ. പിന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവൻ്റെ തലച്ചോറൊന്നും അല്ല, മറ്റവൻ്റെയാ, ആദർശ് എന്ന് പറയുന്നവൻ്റെ ആണെന്നൊക്കെ പറയുമ്പം നവ്യ ഇങ്ങനെ ഇവനെ തന്നെ ഇങ്ങനെ നോക്കുവാണ്.
അങ്ങനെ ആവാനേ ശരിക്കും വഴിയുള്ളൂ. അല്ലാതെ എനിക്ക് ഈ ഡീല് നേടാനുള്ള കഴിവൊന്നും ഇല്ലാന്ന കാര്യം പറഞ്ഞ് നവ്യ നിൽക്കുമ്പോൾ എന്നാലും ഇതൊരു വല്ലാത്ത വഞ്ചനയായി പോയി നവ്യേ. ആ വഞ്ചനയിൽ ഞാനും പങ്കാളിയാടാ. അതിൻ്റെ സുഖവും സന്തോഷവും ആടാ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിൽ പറയണേ. നീ ചുമ്മാ ടെൻഷൻ അടിക്കാതെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അവസരങ്ങളൊക്കെ വരുമല്ലോ. അപ്പം നമുക്ക് ഈ പരുക്കൊക്കെ തീർക്കാൻ നോക്കാവുന്നേ എന്നും പറഞ്ഞ് നവ്യ സമാധാനിപ്പിക്കുമ്പം നവ്യ അതൊന്നും അല്ല കാര്യം. നിനക്കറിയാമല്ലോ, ആദ്യമായിട്ടാണ് ഡേവിഡ് സാറിനൊപ്പം ഞാനൊരു ഡീലിന് പോകുന്നത്. അവിടെയാണ് എനിക്ക് ശരിക്കും പരാജയം സംഭവിച്ചിരിക്കുന്നത്. അത് നിൻ്റെ ജോലിയെ ബാധിക്കുമോ എന്ന് നവ്യ ചോദിക്കുമ്പം തൽക്കാലം ജോലിയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എങ്കിലും ഞാൻ ഭാഗ്യമില്ലാത്ത ഒരുത്തനായിട്ട് അവർ മുദ്ര കുത്തില്ലേ ഈ ഒരു സംഭവത്തോടെ. പിന്നെ എന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. നവ്യ അഭിനയിച്ച് തകർക്കുക കേട്ടോ. അപ്പം ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കായിരുന്നു നിൻ്റെ വിജയത്തിന് വേണ്ടി. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു പോയല്ലോടാ അബി എന്നൊക്കെ പറഞ്ഞപ്പം അനി ഇതിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ഈസി ആയിട്ട് ഇതിനെ സമീപിക്കില്ലായിരുന്നു എന്ന് അബി പറയാം. അവൻ ഇന്നത്തെ ദിവസം അവിടെ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്നും അതിനോടൊപ്പം മറ്റൊരു സംശയം കൂടി ഉണ്ട് എനിക്ക്. മൂർത്തിസ് ജ്വല്ലറി അവരുടെ ഡിസൈനറെ മാറ്റോ എന്നുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പം അവരുടെ ഡിസൈനർ നയനയല്ലേ, അവളെ മാറ്റോ എന്ന് നവ്യ ചോദിക്കുമ്പം പിന്നെ എങ്ങനെയാണ് മാളവിക കളക്ഷൻസിനേക്കാളും നല്ല ഡിസൈൻസ് മൂർത്തിസ് ജ്വല്ലറി പ്രസൻറ്റ് ചെയ്തതെന്ന് ചോദിക്കുക. പിന്നെ ഡിസൈൻസ് എല്ലാം നേരത്തെ അയച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ തന്നെ ആ കമ്പനി അതിലെല്ലാം ഇമ്പ്രസ് ആവുകയും ചെയ്ത കാര്യങ്ങളാണ്. അവർക്ക് നമ്മുടെ കളക്ഷൻസിനേക്കാളും ഇഷ്ടപ്പെട്ടത് മൂർത്തിസ് ജ്വല്ലറിയുടെ കളക്ഷൻസ് ആണെന്നും അഭി പറഞ്ഞു. ഇനി അവിടെ പുതിയ ആരെങ്കിലും വന്നോ ഒന്നും അറിയില്ലല്ലോ എന്ന് നവ്യ പറഞ്ഞപ്പം എല്ലാം രഹസ്യമായിട്ട് നീങ്ങുക. ഞാൻ ഇന്ന് ഈ ഡീല് വിജയിച്ച് വന്നതിന് ശേഷം തലയുയർത്തി പിടിച്ച് അനിയുടെ മുന്നിലേക്ക് പോകണമെന്ന് കരുതുക, ഈ വീട്ടിലേക്ക് വരണമെന്ന് കരുതിയതാണെന്നൊക്കെ അഭി ഇങ്ങനെ നവ്യയോട് പറയുന്നു. എന്തായാലും ആ ഹാളിൽ വെച്ച അനിയുടെ മുന്നിൽ എൻ്റെ തല താഴ്ന്നു പോയത്. പിന്നെ ഈ വീട്ടിൽ വന്നപ്പോഴും അത് അങ്ങനെ തന്നെ അവസ്ഥ. സത്യം പറഞ്ഞ് മരിക്കാൻ എനിക്ക് തോന്നിയതെന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നാ പറഞ്ഞു തോൽവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നാ നീ മരിക്കടാ, പോയി മരിക്കടാ, നിന്നെ പോലെയുള്ളവന്മാരൊന്നും ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന് നവ്യ ഇങ്ങനെ മനസ്സിൽ പറയുന്നു. അമ്മയ്ക്കാണെങ്കിൽ ആകെ വിഷമമായിരിക്കും എൻ്റെ നവ്യ. ഞാനൊന്നേ അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് വരാടാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇവനിവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. പോയ നവ്യ തിരിഞ്ഞിവനെ നോക്കി നിൽക്കുക കേട്ടോ. ഇവൻ്റെ മുന്നിൽ മാസ്മരിക പ്രകടനം നമ്മുടെ നവ്യ കാഴ്ചവെച്ചത്. എന്നിട്ട് നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും എന്ത് പറ്റിയതായിരിക്കും എന്ന് ഓർത്ത് ഇവനിങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് നവ്യ നേരെ ജലജയെ കാണാൻ ചെല്ലുന്നു. അവരുടെ ഒരു നിപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ചെല്ലുക. അപ്പം ജലജയുടെ അടുത്തേക്ക് ചെല്ലുക നവ്യ. അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച്. അറിഞ്ഞായിരുന്നു അമ്മോളെ നീ കാര്യങ്ങളൊക്കെ. ഹൃദയം പൊട്ടുന്ന വേദനയോടെ അമ്മ ഞാനത് കേട്ടതെന്ന് നവ്യ. അമ്മയ്ക്ക് അറിയാമല്ലോ അവൻ പോയത് മുതൽ ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചതാണെന്ന്. നീ പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ അടി അവൻ പൊട്ടിയതെന്ന് ജലജ മനസ്സിൽ പറയുക. അപ്പോൾ നവ്യ ഇങ്ങനെ തള്ളെ നോക്കുക കേട്ടോ. എന്ത് ചെയ്യാൻ എൻ്റെ മോളെ. അനിയുടെയും ഈ വീട്ടിലുള്ള മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ അവൻ പോയത്. പക്ഷേ തോറ്റ് തൊപ്പിയിട്ടിട്ട് അവൻ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുമ്പം അവനെ ഇനി കൂടുതൽ വിഷമിപ്പിക്കല്ലേ, അവനെ ആത്മവിശ്വാസം കൊടുക്കണം, ധൈര്യം കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ജലജയോട് പറഞ്ഞു കൊടുക്കാം നവ്യ. ഇനിയും ഇത്തരം ഡീലുകളൊക്കെ വരുമല്ലോ, അന്ന് നമ്മൾക്ക് ഈ പരിക്കൊക്കെ മാറ്റാം. എന്നാലും അനി പോകുന്നില്ല എന്നല്ലേ മോളെ പറഞ്ഞത്. എന്നിട്ട് കൃത്യസമയത്ത് അവൻ ആ ഡീലിൽ പങ്കെടുത്തില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നേ. ചതിയൻ, അവൻ്റെ ചേട്ടനേക്കാളും ചതിയനാ അവനെന്ന് ജലജ. പിന്നെ ആദർശനാണെങ്കിൽ ഒരു നേര് നിറയൊക്കെയുള്ളവനാ. അവൻ സത്യമേ പറയത്തുള്ളൂ. അവൻ മാനേജറായിട്ട് കയറിയിട്ട് MD-ക്കൊപ്പം പോയി ആദ്യത്തെ ഡീലായിരുന്നു ഇത്. അത് വൻ പരാജയത്തിൽ കലാശിക്കുകയും ചെയ്തല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം. MD-ക്ക് അവനെ വലിയ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവനെയും കൂട്ടിക്കൊണ്ട് പോയത്. ഇനിയിപ്പോൾ അവൻ AM ജ്വല്ലറിയിൽ നിന്ന് തീർപ്പിക്കുമെന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെയൊന്നും സംഭവിക്കാൻ നമ്മൾ പേടിക്കേണ്ടെന്നേ. ഞാൻ ആ കമ്പനിയിൽ മോഡലായി പോയതിന് ശേഷം അവർക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് അബിയെ കൂടെ കൂട്ടി എന്നുള്ളതല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ഡേവിഡ് സാറല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പരാജയമല്ലേ എന്നും നവ്യ ചോദിക്കുക. അതെന്തിനാ അഭിയുടെ തലയിൽ കെട്ടിവെക്കുന്നതെന്നും ചോദിച്ചു. വലിയ കമ്പനിക്കാരൊക്കെ അങ്ങനെയാ എൻ്റെ നവ്യേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. പരാജയം വന്നു കഴിഞ്ഞാൽ അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ നോക്കുമെന്ന് ജലജ നവ്യയോട് പറയണം. ഈ ഡേവിഡ് എന്ന് പറയുന്ന ആളെ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുള്ള ആളായിരിക്കുമല്ലോ. പക്ഷേ അബി ആദ്യമായിട്ട് കൊണ്ടുപോയതല്ലേ, അപ്പോൾ അവൻ അതൊരു ബ്ലാക്ക് മാർക്ക് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഡേവിഡ് സാറിനെ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്നുള്ളതെന്ന് പറയുമ്പം അദ്ദേഹത്തെ ഒന്ന് സ്വാധീനിച്ചോളനെ മോളെ. നനച്ചിരിക്കാത്ത നേരത്തെ അവൻ ഈ ഒരു ജോലി കിട്ടിയത്. അത് മോളുടെ കൃപ കൊണ്ട്.
അവൻ്റെ ജോലിയൊന്നും തെറിക്കാൻ പോകുന്നില്ലമ്മേ. അവൻ അത്രയ്ക്ക് അവൻ്റെ എല്ലാ കഴിവുകളും അവിടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന കാര്യം നവ്യ ഇങ്ങനെ പറയണു. പിന്നെ ഇന്നത്തെ ഒരു ഡീല് പോയതിൽ എൻ്റെ സങ്കടം എന്ന് വെച്ചാൽ അനിയുടെ മുന്നിൽ അവൻ തോറ്റുപോയത് മാത്രമാണ്. അതൊരിക്കലും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അനിയെ അവൻ സഹായിക്കുന്നുണ്ടാവും, ആ ആദർശം എന്ന് പറയുന്നവൻ. അതേപ്പറ്റിയൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും അനി അത്ര നിസ്സാരക്കാരനല്ല, അത് ഈ സംഭവത്തോടെ തെളിഞ്ഞു എന്ന് നവ്യ പറഞ്ഞപ്പം അവൻ കുറുക്കനാ മോളെ, താനി കുറുക്കൻ്റെ ബുദ്ധിയും ചെന്നായുടെ മനസ്സും അവനുള്ളതെന്നൊക്കെ പറയുമ്പം അങ്ങനെയുള്ളതേ സ്വന്തം മോനാ തള്ളേ എന്ന് മനസ്സിൽ നവ്യ പറയുന്നു. അവൻ ഇനി പറയുന്നതെന്ന് ഞാൻ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞായി ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അയ്യോ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ MD കസേരയിൽ ഇരിക്കത്തില്ല എന്നൊക്കെ ഒരു ധാരണ വരുത്തിയിട്ടേ അവൻ സമയം വന്നപ്പോൾ അവൻ്റെ സകല കഴിവും പുറത്തെടുത്തില്ലേ എന്നൊക്കെയാണ് അമ്മ നവ്യോട് പറയുന്നത്. മോള് നോക്കിക്കോ, ആദർശ് വരുമ്പോൾ അവൻ MD കസേര ഒഴിഞ്ഞു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരിക്കലും അവനത് ഒഴിഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. അവൻ ആ കസേരയിൽ അള്ളിപ്പിടിച്ച് തന്നെ ഇരിക്കും, നീ നോക്കിക്കോ. അനിയിപ്പോൾ വിജയിച്ചത് കൊണ്ടേ മുത്തശ്ശനും ഒഴിഞ്ഞു കൊടുക്കാൻ അനിയോട് പറയില്ല എന്ന് പറയുകയാണ് നവ്യ. അങ്ങനെ വന്നാൽ ആ ജാനകിയുടെ അഹങ്കാരമാണ് സഹിക്കാൻ പറ്റാത്തത്. ഇപ്പം തന്നെ ഉണ്ടല്ലോ ആദർശ് വരരുതെന്ന് അവളുടെ പ്രാർത്ഥന എന്ന് ജലജ പറഞ്ഞു. അല്ലെങ്കിലും ഇനി ആദർശം തന്നെ ഈ വീട്ടിലേക്ക് വരരുത് എന്ന് വെച്ചാ എൻ്റെ അനിയത്തിയെ വഞ്ചിച്ച ആളല്ലേ അയാളെന്ന് ചോദിക്കുമ്പം വഞ്ചിച്ചെന്നോ? പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വഴിതെറ്റിച്ച് അവളിലൊരു കുഞ്ഞിനെയും ജനിപ്പിച്ചില്ലേ, എന്നിട്ട് അവളെ തളർത്തി കിടത്തിയില്ലേ എന്ന് ചോദിക്കാം. അതൊന്നും എന്നോട് പറയല്ലേ, പറഞ്ഞ എൻ്റെ രക്തം തിളയ്ക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നവ്യ അങ്ങ് പോയി. അത്രയും പറഞ്ഞ് നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഇത് വലിയ തിരിച്ചടിയാണല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നയനയും ആദർശയും കൂടി ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. അവരൊന്നും വന്നില്ലേ എന്ന് ചോദിച്ചു. വന്നു, ഇപ്പം തന്നെ വരും. എന്തായാലും പാൽപ്പായസം ഉണ്ടാക്കി വെക്കുക, എന്തായാലും ഇന്ന് നമുക്ക് മധുരം വിളമ്പണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ചേച്ചി. അപ്പോൾ കുറേ കാലം കൂടി ആൻറ്റി ഇപ്പോൾ ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നെന്ന് പറയുമ്പോൾ അത് കാണുമ്പം അതിനേക്കാളേറെ സന്തോഷമുണ്ട് കേട്ടോ എനിക്കെന്ന് ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു. പിന്നെ മൂർത്തീസ് ജ്വല്ലറിക്ക് ചെറിയൊരു തകർച്ച ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ മനസ്സൊന്ന് പിടഞ്ഞതാണെന്ന് ആ ചേച്ചി ഇങ്ങനെ ഇവരോട് പറയുക. മൂർത്തി സാറിൻ്റെ സ്ഥാപനം ഒരിക്കലും പരാജയപ്പെട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സാറേ. അതുപോലെ കാരുണ്യവും സ്നേഹവും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് മൂർത്തി സാറ് എന്നൊക്കെ ഇങ്ങനെ ചേച്ചി പറയാം ഇവരോട്. പിന്നെ ഞങ്ങളോട് മാത്രം എന്താ ഈ ദേഷ്യമെന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം അതാ എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ എലിസബത്ത് ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞിട്ട് മുത്തശ്ശനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് നയന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം വണ്ടി അങ്ങോട്ടേക്ക് എത്തി. അവരെത്തിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നയനയും ആദർശം ഇറങ്ങി ചെല്ലുമ്പോൾ മുത്തശ്ശി ദേവയാനി അവരൊക്കെ ഇങ്ങനെ വരുവാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിനകത്തേക്ക്. അപ്പം അമ്മയെ മുത്തശ്ശി എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് നയന കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഇരിക്കുമ്പം എല്ലാം മോളുടെ മെടുക്കാണെന്ന് അനി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാത്രം മെടുക്കൊന്നും അല്ല കേട്ടോ, അത്രത്തോളം അനിയനും ചേട്ടനും അധ്വാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നയനെ അവരോട് പറയുക. നീയാണ് എല്ലാത്തിൻ്റെയും പിന്നിലെന്ന് അവൻ പറഞ്ഞു മോനെ, അത് മുത്തശ്ശനോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിന്നെ അംഗീകരിക്കാൻ അച്ഛനും മനസ്സ് വരുന്നില്ല എന്ന് ദേവയാനി പറയുക. എല്ലാ ക്രെഡിറ്റും എനിക്ക് തന്നെയാണ് കൊടുക്കുന്നതെന്ന് പറയുമ്പം അതിൽ അമ്മയ്ക്ക് വല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് എന്ത് വിഷമം മോനെ, നിങ്ങൾ രണ്ടാളും എനിക്ക് ഒരുപോലെ അല്ലേടാ എന്ന് അമ്മ മോനോട് ചോദിച്ചു. അനിയെ മറികടന്ന് ഇനി വേറെ ആരെയും മൂർത്തി ജ്വല്ലറിയുടെ MD കസേരയിൽ ഇരുത്തരുതെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന കാര്യവും പറഞ്ഞു. അന്നേരം അതെ അതങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് മുത്തശ്ശിയും പറയാം. എല്ലാവരും വാ, എലിസബത്ത് ചേച്ചിയും നല്ല അടിപൊളി പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അല്ല അന്ന് മോൾക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കി തന്നിരുന്നല്ലോ ഒരു രേവതി വന്നിട്ട്, അവരെ ഒന്നുകൂടെ കൊണ്ടുവരണമെന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പം മുത്തശ്ശി കൊണ്ടുവരാത്തതാ കേട്ടോ നല്ലതെന്ന് നയന പറഞ്ഞു. ആദർശ് പറഞ്ഞു. അപ്പോൾ നയന ചിരിക്കുക. അന്ന് ഇവളെല്ലാം കൂടെ വലിച്ചു വാരി തിന്നിട്ട് വയറ് വലിയ പ്രശ്നമായിരുന്നു എന്ന കാര്യം പറയാ ആദർശം. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു മുത്തശ്ശി അത് എന്നും പറഞ്ഞ് നയന അന്നേരം ഇവരോട് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവളോട് പറയാമേ കുറച്ചുകൂടി പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട് എന്ന് പറയാം ദേവയാനി. കുറച്ച് മതി, അപ്പം പിന്നെ കൂടുതലൊന്നും കഴിക്കത്തില്ലല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അനി ഒരാളും കൂടി ഉണ്ടേ എന്നും പറഞ്ഞു വന്നു. അതും കേക്കുമായിട്ടാണ് കയറി വരുന്നത്. എന്താടാ കയ്യിൽ വലിയൊരു കവറൊക്കെ ഉണ്ടല്ലോടാ എന്ന് പറയുമ്പം ഇന്ന് കേക്ക് മുറിക്കേണ്ടതേ അനന്തപുരി തറവാട്ടിലല്ല ഇവിടെ തന്നെയാണെന്നും പറഞ്ഞു. ഞാൻ നമ്മുടെ കേക്കൊക്കെ എടുത്തിങ്ങനെ വെച്ചു. എൻ്റെ ഏട്ടനും ഏട്ടത്തെയും കൂടെ ഈ കേക്ക് മുറിക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് അവർ കേക്ക് മുറിക്കാൻ തുടങ്ങുന്ന സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.